പോകാൻ. അതുകൊണ്ട് മനുഷ്യ, അള്ളാന്റെ ദുനിയാവിൽ നിന്ന് സമ്പത്തും നമ്മൾ കൊണ്ടുപോകുന്നില്ല. വയബുക്ക, പിന്നെ ബാക്കിയുള്ളതെന്താ? അമലുഹു, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ. കണ്ട ദുനിയാവിൽ ജീവിക്കാൻ കിട്ടിയ സെക്കൻഡുകളിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള അമലുകൾ. ആ അമലുകളുമായി ഈ ദുനിയാവിൽ നിന്ന് മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോ ഒരാനന്ദകരമായ ജീവിതം എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകും എന്ന് പറയാൻ മാത്രമുള്ള വിശ്വാസത്തിന്റെ ശക്തി നമ്മളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതും ഹാസിബു ഖബ്ല അൻ തുഹാസബു, അള്ളാഹുവിന്റെ വിചാരണക്ക് മുൻപ് നിങ്ങളൊന്ന് സ്വയം വിചാരണ നടത്തുക മനുഷ്യരെ. മഹ്ശറ ലോകത്തുള്ള ഓരോ അവസ്ഥകളെക്കുറിച്ചും ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലേ? ആസന്നത്തിൽ ആലിന്റെ വലുപ്പത്തിലുള്ള മരവുമായി മഹ്ശറ ലോകത്ത് ഓടിക്കളിക്കുന്നവരെ മുതൽ കൂർത്ത നരങ്ങങ്ങളാൽ, കൂർത്ത ഇരുമ്പിന്റെ നഖങ്ങളാൽ മാറിടങ്ങളും മുഖങ്ങളും മാന്തിക്കേറുന്ന വ്യക്തികളെ വരെ, ചെരുപ്പിന്റെ തീ കൊണ്ടുള്ള ചെരുപ്പ് ധരിക്കുന്നതിന്റെ പേരിൽ തലയോട്ടിയടക്കം പൊട്ടിയൊഴുക്കപ്പെടുന്നവന്റെ രൂപങ്ങൾ വരെ ആ മഹ്ശറ ലോകത്ത് അള്ള വിചാരണക്ക് വിളിക്കുന്ന രംഗത്തിനു മുൻപ് ഹാസിബു, നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യണം. ഞാൻ ആരാ? എനിക്കല്ലാന്റെ സ്വർഗമുണ്ടാകുമോ? എന്റെ സമ്പത്തിൽ ഹലാലുണ്ടോ? എന്റെ സംസാരത്തിൽ ഹലാലാണോ? എന്റെ ഇടപെടലുകൾ ഹലാലാണോ? ഞാൻ സമ്പാദിച്ചതാവട്ടെ, ഞാൻ ഉപയോഗിച്ചതാവട്ടെ, എനിക്കെന്റെ ജീവിതത്തിൽ പാരത്രിക ലോകത്തേക്ക് ചെല്ലുമ്പോ ആനന്ദകരമായ ഒരു സ്വർഗീയ ജീവിതം അല്ലാഹു തആല എനിക്ക് നൽകുമോ എന്നാലോചിക്കേണ്ടതുണ്ട്. ഓരോ രംഗത്തും, വിശ്വാസ രംഗത്ത് നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങാൻ സാധിച്ചോ? വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം ആരും ഇന്ന് മനസ്സിലാക്കുന്നില്ല. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതല്ലാതെ അള്ളാഹുവിന്റെ തൃപ്തിയുണ്ടാവണം എന്ന് നമ്മൾ ആലോചിക്കാറില്ല. ഉദാഹരണമായി, നമ്മളെ വീട്ടിലൊരു കല്യാണം തീരുമാനിച്ചു. ഇസ്ലാമിന്റെ കല്യാണത്തിന്റെ മര്യാദ എന്താ? നേരത്തെ നിക്കാഹ് നടത്തുക, വേഗം വലീമത്ത് ഭക്ഷണം കഴിക്കുക, ജമാഅത്തിന്റെ സമയമാകുമ്പോഴേക്കും അത് പള്ളിയിലേക്ക് പുറപ്പെടുക, ജമാഅത്തിൽ പങ്കെടുക്കുക. ഖൈറുൻ നിക്കാഹി ഐസുറുഹു, ലളിതമായ കല്യാണം, അതാണ് അള്ളാഹ് ഇഷ്ടപ്പെട്ട കല്യാണം. പക്ഷേ ഇന്നത്തെ കല്യാണങ്ങളോ ഒരു ദിവസം കൊണ്ട് തീരാത്തത്, 2 ദിവസം കൊണ്ട് തീരാത്തത്, 3 ദിവസം കൊണ്ട് തീരാത്തത്, 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും തീരാത്ത സൽക്കാരങ്ങള്, വീഡിയോ കവറേജുകള്, ഡിജിറ്റൽ ആൽബങ്ങള്, മാപ്പിള പാട്ടുകാര്, ഗാനമേള ട്രൂപ്പുകള്, മുതിർന്ന സ്ത്രീകൾ പോലും കൈകൊട്ടിക്കളിച്ചുള്ള ഒപ്പന പാട്ടുകള്, പുതുക്കം പോകലുകള്, കള്ളുകുടിയന്മാരായ ശിഖണ്ഡികളോടൊപ്പം പടകം പൊട്ടിച്ച് പുതിയാപ്പിളെ ആനയിക്കല്, 10-20 ചെറുപ്പക്കാര് മണിയറയിലേക്ക് ഇടിച്ചു കയറല്. ഇതൊക്കെ കാണുമ്പോ ചിലരെങ്കിലും പറയും, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ, എന്തിനിങ്ങൾ അങ്ങനെ വിമർശിക്കാൻ പോകണം? അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം, ചെയ്യുന്നവര് ചെയ്തോട്ടെ, ചെയ്യാത്തവര് ചെയ്യണ്ട, എല്ലാത്തിനും അങ്ങനെ വിമർശിക്കാൻ നിൽക്കണ്ട എന്ന് കൈയൊയ്യുന്ന മുസ്ലിമെ, അള്ളാഹുവിനെ വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം എവിടെയാ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വിഡ്ഢിപ്പെട്ടിക്ക് മുൻപിൽ സമയം കൊന്നുകൊണ്ടിരിക്കുന്ന യൗവനങ്ങളും കുടുംബങ്ങളും, വീട്ടിന്റെ മര്യാദകൾ പോലും ജീവിതത്തിൽ പകർത്താത്ത ആളുകൾ. ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറിടങ്ങളാക്കരുത് എന്നാ റസൂലുള്ളാന്റെ വാക്ക്. ഇന്ന് കബറിടങ്ങളാക്കുന്നില്ല എങ്കിലും വേശ്യാലയങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന വിഡ്ഢിപ്പെട്ടിക്ക് മുൻപിൽ വസ്ത്രം ധരിക്കാത്തവന്റെ ആസ്വാദനങ്ങൾ കുടുംബങ്ങൾ ഒരുമിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. വളരുന്ന യൗവനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകി കൂടെ പഠിക്കുന്ന അമുസ്ലിമീങ്ങളുടെ കൂടെ പോലും ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്ന ഡേറ്റിംഗും ഈറ്റിംഗും സമ്പ്രദായങ്ങൾ മാധ്യമങ്ങളിലൂടെ കുടുംബങ്ങളുടെ അകത്തളങ്ങളിലേക്ക് വരുമ്പോ ജാരന്മാരും ജാരത്തികളും കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബഹും ലിദിക്രില്ലാ, ആരെയാ സമൂഹമേ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഒന്ന് നന്നാവാൻ, ഒന്ന് തിരുത്താൻ, ഒന്ന് വേണ്ടാന്ന് ചിന്തിക്കാൻ, എന്റെ വീട്ടിൽ ആ ഫിത്ന വേണ്ട എന്നാലോചിക്കാൻ ആരെയാ സമുദായമേ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന അല്ലാഹുവിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതോടൊപ്പം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളോട് ജീവിതത്തെ തെറ്റായ ധാരണയിലൂടെ പ്രേരിപ്പിക്കുന്നു ഇന്നത്തെ പാശ്ചാത്യ പൗരസ്ത്യ മീഡിയകൾ. ലോകം കണ്ടുപിടിച്ച ഏറ്റവും മഹത്തരമായ ഒരു കണ്ടുപിടുത്തമാണ് മനുഷ്യന്റെ മൊബൈൽ ഫോണുകൾ. വിളിക്കുന്ന ആളുകളെ വിളിക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന ലോകൈക കണ്ടുപിടുത്തം. പക്ഷേ ഇതേ ഒരു വസ്തുവിനെ കൊണ്ട് തന്നെ ഇന്ന് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീരാ ദുഃഖങ്ങളും കുടിലമായ പ്രയാസങ്ങളും നമുക്കിന്ന് ഇല്ലാതാക്കാനോ
മറക്കാനോ സാധ്യമല്ലാത്ത രൂപത്തിലായി. മനുഷ്യന്റെ മലമൂത്ര വിസർജന രംഗങ്ങൾ പോലും ആസ്വദിക്കപ്പെടുന്ന സംസ്കാരത്തിലേക്ക് ഈ ഫിത്ന നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു മുസ്ലിമീങ്ങളെ, 10ാം ക്ലാസ് പഠിക്കുന്ന പെൺമക്കൾക്ക് മൊബൈൽ ഫോണുകൾ ക്യാമറയുള്ളത് വാങ്ങിക്കൊടുക്കുമ്പോ കൂടെ പഠിക്കുന്നവന്റെ കൂടെ സ്വന്തം ശരീരം പോലും അവന് കാണാൻ വേണ്ടി പാകപ്പെടുന്ന രൂപത്തിൽ വാർത്താവിനിമയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി അയച്ചു കൊടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാണമില്ലാത്ത കുടുംബങ്ങളായി തീരുമ്പോ അലം യഅനിലില്ലദീന ആമനു അൻ തഖ്ശഉ ഖുലൂബഹും ലിദിക്രില്ലാ. സമയമായില്ലേ മനുഷ്യരെ, സമയമായില്ലേ മനുഷ്യരെ ഒന്ന് തിരുത്താൻ, ഒന്ന് മാറാൻ, ഒന്ന് കുടുംബത്തെ വാരിപ്പിടിക്കാൻ. അതുകൊണ്ടാണല്ലോ ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ മൊബൈൽ ഫോണുകളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലൂ ഫിലിമുകളുടെ അതിപ്രസരണങ്ങൾ. അതേ ബ്ലൂ ഫിലിമുകളുമായി പള്ളിയിൽ കയറാൻ മനുഷ്യന് സങ്കടങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുന്നു. കാരിരുമ്പിന്റെ മനസ്സുള്ള മനുഷ്യൻ തന്നെ ജനിപ്പിച്ച മാതാവിന്റെ മുൻപിൽ പോലും ലൈംഗിക ബന്ധത്തിന്റെ ഇണചേരലുകളുടെ മൊബൈൽ ക്ലിപ്പിംഗുമായി ഉമ്മാന്റെ മുൻപിലിരിക്കാൻ മനസ്സിന്റെ വലുപ്പം കാണിക്കുന്ന മക്കളായിക്കൊണ്ടിരിക്കുമ്പോ തിരുത്താനും മാറാനും തിരുത്തി ആലോചിക്കാനും നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ എന്റെ പൊന്നു മുസ്ലിമീങ്ങളെ, നമ്മൾക്ക് പോലും പിടിച്ചാൽ കിട്ടാത്തത്ര ഒരു ദുരന്തത്തിലേക്ക് ഈ സമൂഹം എത്തിപ്പെടും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.